ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന കർമൂസ, പപ്പായ, ഓമക്കായ. ഇത് നന്നായിട്ട് ചിരണ്ടി എടുക്കുക കേട്ടോ. അത് നമ്മൾ സാധാരണ കുറച്ച് തിന്നായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പറ്റ സ്ലൈസ് ആയിട്ട് എടുക്കാം, ഏതാണോ നമുക്കിഷ്ടം അതേപോലെ. ഇതൊരു അടാർ ഐറ്റമാണ്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് പിക്കിളായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ റെസിപ്പി കാറ്ററിങ് ചെയ്യുന്ന ഒരാൾക്ക് വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ടത് ചിരണ്ടിയ ശേഷം അതിലേക്ക് പഞ്ചസാര, മുളകും പൊടി കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒന്നും കൂടെ കളർഫുള്ളായിട്ടാണ്. മുളക് പൊടി, ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിലിൽ സുർക്ക ഒഴിച്ചിട്ട് 2 ദിവസം എടുത്ത് വയ്ക്കാം. അത് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം. പക്ഷേ ഞാനതിവിടെ ഒരു അച്ചാർ പോലെ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഉപ്പും പഞ്ചസാരയൊക്കെ നോക്കിയിട്ട് നല്ല കിടു ടേസ്റ്റാണ് മക്കളെ. ആ സുറുക്ക് തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് 2ാമത്തെ ദിവസം, അതായത് നമ്മൾ ഈ സുർക്കയിലിട്ട് വെച്ച ശേഷം 2ാമത്തെ ദിവസം ഏകദേശം അത് അലിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ മക്കളെ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഇത് വറവിടണമെന്നൊന്നുമില്ല, പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്കിങ്ങനെ വറവിടണമെന്നൊന്നുമില്ല. അല്ലാതെ തന്നെ അത് സുർക്കയിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, അത് മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചോക്കണ വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ കർമൂസ ഇല്ലാത്തവരുണ്ടാവില്ല, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മുളകും പൊടി ഓപ്ഷണലാണ്. നമുക്ക് കാശ്മീരി മുളകാണെങ്കിൽ ഒന്നും കൂടെ കളർഫുള്ളായിട്ടാണ്. അപ്പോൾ അതുള്ളവർ അത് ഉപയോഗിക്കുക. ലോ ഫ്ലെയിമിലാക്കുക. നമ്മൾ ഈ സുർക്കയിൽ ഒഴിച്ച് വെച്ചില്ലേ, അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് തിള വരുമ്പോൾ നമ്മൾ ബാക്കി നമ്മുടെ കുപ്പിയിലുള്ള പപ്പായ ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. ആ പപ്പായ കൂടുതലായിട്ട് വേവാനൊന്നും പോവണ്ട, നമ്മൾ അച്ചാർ റെഡിയാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ ചേനച്ചാറുണ്ടല്ലോ, ആ ചേനച്ചാറിൻ്റെ ഒക്കെ ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. ഒരു 3-4 ആഴ്ച വരെ നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇടരുത് കേട്ടോ. ആഴ്ച വരെ നമുക്കിത് കേടുകൂടാതെ എടുത്ത് വയ്ക്കാം. നല്ല ടേസ്റ്റാണിത്. നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ എത്ര കളർഫുള്ളാണെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ടേസ്റ്റ്